വിജയ് മല്യ രാജ്യം വിട്ടു. ഇന്നറിഞ്ഞു രാജ്യമത്. കോടതിയിൽ, സുപ്രീം കോടതിയിലാണ് സർക്കാർ ഇതേ സംബന്ധിച്ച് വ്യക്തമാക്കിയത്. തീർച്ചയായും ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയ്ക്കായി എടുക്കുന്നത്. ശ്രീ KVS ഹരിദാസ്, ദേവദാസ്, ഡോക്ടർ വേണുമോഹൻ, മാത്യു കുഴൽനാടൻ, ബാങ്ക് ജീവനക്കാരുടെ പ്രതിനിധിയായ രാജീവ്, ഒപ്പം രാജേഷും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കും. തീർച്ചയായും മദ്യരാജാവ് വിജയ് മല്യ രാജ്യം വിട്ടെന്ന് AG സുപ്രീം കോടതിയിൽ. വിജയ് മല്യ ലണ്ടനിലുള്ളതായി അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. വാർത്ത കാണാം ആദ്യം. മദ്യവ്യവസായി വിജയ് മല്യയും രാജ്യം വിട്ടുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയാണ് മാർച്ച് 2-ന് വിജയ് മല്യ രാജ്യം വിട്ടുവെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് 7000 കോടി തിരിച്ചടയ്ക്കാനുണ്ടെന്നും മല്യ രാജ്യം വിടരുതെന്നും ആവശ്യപ്പെട്ട് ബാങ്ക് കൺസോർഷ്യം സമർപ്പിച്ച ഹർജിയിൽ വാദം തുടരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ വിവരം കൈമാറിയത്. മല്യ ലണ്ടനിലേക്ക് കടന്നതാകാമെന്നും അവിടെ ധാരാളം സ്വത്തുക്കളുണ്ടെന്നും AG കോടതിയെ അറിയിക്കുകയായിരുന്നു. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ലളിത് മോദിയെ രാജ്യം വിടാൻ അനുവദിച്ച അതേ നടപടി തന്നെയാണ് BJP സർക്കാരും നടത്തിയത്. മല്യയുടെ കരങ്ങളിൽ രക്തമുണ്ടെന്നും ഞങ്ങൾക്ക് ശമ്പളം മുടങ്ങിയെന്നും കാണിച്ച് കിങ്ഫിഷറിലെ 1500 ജീവനക്കാരാണ് നരേന്ദ്രമോദിക്ക് തുറന്ന കത്തയച്ചത്. വൻകിട കോർപ്പറേറ്റുകളും സർക്കാരുകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതെന്ന് സംശയിക്കുന്നവർക്ക് മറുപടിയില്ല. ന്യൂസ് ഡെസ്ക്. തീർച്ചയായും ചർച്ച തുടരുകയാണ്. ലളിത് മോദിക്ക് പിന്നാലെ വിജയ് മല്യയും രാജ്യം വിടുന്ന സംഭവം വളരെ ഞെട്ടലോടുകൂടിയാണ് ഇന്ന് മുകുൾ റോത്തഗിയുടെ ആ വാദം അല്ലെങ്കിൽ ആ വസ്തുത കോടതിയെ അറിയിച്ചപ്പോൾ രാജ്യം ഞെട്ടുകയും ചെയ്തു. 7000 കോടി രൂപയാണ് വിവിധ ബാങ്കുകൾക്കായി അദ്ദേഹം ഒടുക്കാനുള്ളത്. ബാങ്കുകൾ നിരവധിയായ പരാതികളാണ് അദ്ദേഹത്തെ പാസ്പോർട്ട് കണ്ടുകെട്ടണമെന്നടക്കമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചത്. പക്ഷേ അതൊക്കെ നിരർത്ഥകമാക്കിയാണ് വിജയ് മല്യ പുറത്തേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം റോത്തഗി പറയുകയും ചെയ്തു, വിജയ് മല്യ രാജ്യം വിട്ടാൽ കണ്ടെത്താൻ പ്രയാസമായിരിക്കും എന്ന്. ഇന്ന് പക്ഷേ വിജയ് മല്യയ്ക്ക് അനുകൂലമായ ഒരുക്കങ്ങളാണ് മുമ്പോട്ട് വെച്ചത് എന്ന് ആരെയും തോന്നിപ്പിക്കുന്നതാണ് സംഭവവികാസങ്ങളുടെ ഏറ്റവും പുതിയ പുരോഗതിയും. ആദ്യം ശ്രീ KVS ഹരിദാസിലേക്ക് പോകാം. ശ്രീ KVS ഹരിദാസ്, സൈനികരെക്കാൾ മിടുക്കരാണ് ഈ രാജ്യത്തെ വ്യവസായികൾ, വ്യാപാരികൾ എന്നൊക്കെ മോദി പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ? ഇതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം വലിയ ഇത്ര ഡിഫോൾട്ടർ, ഫൈനാൻഷ്യൽ ഡിഫോൾട്ടർ ആരോരും അറിയാതെ രാജ്യം വിടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് നമുക്കൊക്കെ അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മല്യയുടെ കാര്യത്തിൽ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ബാങ്ക്സിൻ്റെ കൺസോർഷ്യവും സ്വീകരിച്ച നിലപാടുകൾ അത് നമുക്ക് കാണാതെ പോക്കൂടാ. മാർച്ച് 2-ാം തീയതി ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണലിൽ ഈ കൺസോർഷ്യം പെറ്റീഷൻ മൂവ് ചെയ്തിരുന്നു. അതിൽ 2 കാര്യമാണ് പറഞ്ഞിരുന്നത്. ആ സ്പിരിറ്റ് യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ ചെയർമാൻഷിപ്പ് ഒഴിയുന്ന സമയത്ത് മല്യയ്ക്ക് കിട്ടുന്ന 515 കോടി രൂപ അദ്ദേഹത്തിന് കിട്ടാതിരിക്കാൻ, അത് കാരണം ഈ അദ്ദേഹം ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള വായ്പയുടെ കണക്കിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. 2ാമത്തെ ആവശ്യം അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഈ 2 കാര്യത്തിലും 515 കോടി റുപ്യ അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് DRT ഓർഡർ ഇട്ടു. അതേ സമയത്ത് പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ DRT തയ്യാറായില്ല. അതിൻ്റെ പിന്നാലെ ഈ കൺസോർഷ്യം വീണ്ടും കർണാടക ഹൈക്കോടതിയിൽ പോയി. കർണാടക ഹൈക്കോടതിയും ഇതേ പ്രശ്നം തന്നെ എടുക്കുന്ന സമയത്ത് പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്യാനായിട്ട് കർണാടക ഹൈക്കോടതിയും ഉത്തരവിട്ടില്ല. ഈ 2 കാര്യങ്ങളും ഇന്ന് കൺസോർഷ്യം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ എന്ന് തന്നെയാണ് ആ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് DRTയും ഹൈക്കോടതിയും ഇത്തരം വലിയ തട്ടിപ്പുകാരൻ്റെ പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്യാൻ തയ്യാറാവാതിരുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു പക്ഷേ പല കാരണങ്ങളും ഉണ്ടായേക്കാം. കാരണം ഈ വിജയ് മല്യ ഒരു സാധാരണ ബിസിനസ്സുകാരൻ കൂടി മാത്രമല്ല, അദ്ദേഹം രാജ്യസഭാംഗമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവുക ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൂടി ആയേക്കാം. അതൊക്കെ കൊണ്ടാവാം ചിലപ്പോൾ DRTയും ഹൈക്കോടതിയും ആ കാര്യത്തിൽ മടി കാണിച്ചത്. അല്ല, അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയിലും DRTയിലും സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ആ കാര്യങ്ങൾ മാറ്റിവെപ്പിക്കാനോ മല്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും സുപ്രീം കോടതി പരിശോധിക്കും എന്ന് തന്നെയാണ് ഈ വേളയിൽ നമുക്ക് കാണേണ്ടത്. ആ സമയത്ത് DRTയോ അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതിയോ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ നിലയിൽ രാജ്യം വിട്ടു പോകാനുള്ള അവസ്ഥ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു.
അതുണ്ടായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പരാജയമാണ്, പോരായ്മയാണ്. അതിന് ഗവൺമെൻറ്റാണ് ഉത്തരവാദി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ ബാങ്കുകളുടെ കൺസോർഷ്യത്തെ കൊണ്ട് ചില നടപടികൾ സ്വീകരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെയേറെ കുറേയെങ്കിലും ഫലപ്രദമായിട്ടുമുണ്ട്. പക്ഷേ ശ്രീ KVS, അതായത് ഇന്ന് റോത്തഗി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു ഇംഗ്ലണ്ടിൽ, ലണ്ടനിലാണ് അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം സ്വത്തുക്കളും, അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങോട്ടേക്ക് കടന്നതാകാം. പക്ഷേ നിലവിലുള്ള കടത്തേക്കാൾ കൂടുതൽ സ്വത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന ഒരു ധ്വനി റോത്തഗിയുടെ ആ വാക്കുകളിൽ ആരെങ്കിലും വായിച്ചെടുത്താൽ അവരെ കുറ്റം പറയാനാകുമോ? അതായത് സർക്കാർ വ്യവസായികൾക്ക് അനുകൂലമായി നിൽക്കുന്നു. 13 ബാങ്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അടക്കം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കം 13 ബാങ്കുകളാണ് ഇത്തരത്തിൽ പാസ്പോർട്ട് വയ്ക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ, DRTയിലൊക്കെ മുമ്പിലേക്ക് ബാങ്കുകൾ പോയിറങ്ങുകയായിരുന്നു. പക്ഷെ എന്നിട്ടും കേന്ദ്ര സർക്കാർ ഒരു കൈ വെച്ചില്ല അദ്ദേഹത്തിന്റെ മുകളിലേക്ക്. ഇങ്ങനെ നിസ്സാരമായി പറയാനാകുന്നതാണോ അത്? അല്ല, ഗവൺമെൻറ്റിന് ഞാൻ ചോദിക്കണ കോടതിയിൽ പോയിട്ട് കോടതി അനുകൂലമായിട്ടൊരു നിലപാട്, കോടതിയിൽ പോകുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കുക. അല്ലാതെ ഒരു രാജ്യസഭാ അംഗത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? എനിക്ക് തോന്നണില്ല. കാരണം അദ്ദേഹം രാജ്യസഭാ അംഗമാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. നമ്മളത് കാണാതെ പോയിക്കൂടാ. അല്ല, രാജ്യസഭാ അംഗമാണ്. നേരത്തെ അദ്ദേഹത്തിന് നിരവധി കത്തുകൾ അയച്ചിരുന്നു ശ്രീ KVS. അതൊന്നും കൈപ്പറ്റുന്നില്ല അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന അഡ്രസ് ഇല്ല. രാജ്യസഭാ അഡ്രസ്സിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു, പക്ഷെ ഒടുവിൽ ഇമെയിലിലൂടെ മാത്രമേ. അന്നൊക്കെ ദുരൂഹത കാണാമായിരുന്നു. ഇതൊന്നുമല്ലെങ്കിൽ 1500 സ്റ്റാഫുകളാണ് കിങ്ഫിഷറിൻ്റെത് പ്രധാനമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയത്. ഞങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല, ഞങ്ങളുടെ ഉടമയുടെ കൈകൾ ശുദ്ധമല്ല, അദ്ദേഹത്തിന്റെ കൈകളിൽ രക്തമുണ്ട് എന്ന് 1500 തൊഴിലാളികളാണ് മോദിക്ക് തുറന്ന കത്തെഴുതിയത്. സർക്കാരിന്റെ നിസ്സംഗത തന്നെയാണ് ശ്രീ KVS. സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഒരു ഫൈനാൻഷ്യൽ ഡിഫോൾട്ടറെ വിത്തൗട്ട് ആൻ ഓർഡർ ഓഫ് ദ കോർട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഒരു തൊണ്ട് ഭൂമി അറ്റാച്ച് ചെയ്യാൻ പോലും ഗവൺമെന്റിന് കഴിയില്ല. അതിന് ചെയ്യണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് വേണം. അതിനാണ് ബാങ്കുകളുടെ കൺസോർഷ്യത്തെ കൊണ്ട് നടപടി സ്വീകരിച്ചത്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ കടം വന്ന് കുന്നുകൂടിയത് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല. 2006 മുതൽ വഴിവിട്ടിട്ട് ഈ ബാങ്കുകളെ കൊണ്ട് വായ്പ കൊടുപ്പിച്ചതാണ്. അതെ, ശരിയാണ്. പക്ഷെ അതിന്റെ തുടർച്ച തന്നെയാണോ മോഡിയും ചെയ്യേണ്ടത് എന്നതാണ് പ്രധാന പ്രശ്നമായി വരുന്നത്. തീർച്ചയായും KVS, താങ്കളെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തിത്വം അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അതായത് ഒരൊറ്റ കാര്യം, നിയമ സംവിധാനങ്ങളിൽ നടക്കുന്ന പോരാട്ടങ്ങളൊക്കെയാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ കയ്യിൽ വിലങ്ങിടിക്കേണ്ടത്. അങ്ങനെ ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷേ അതിനവസരമൊരുക്കാൻ അദ്ദേഹം ഇവിടെ വേണം. ആ നീതിന്യായ വ്യവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊടുക്കാൻ സർക്കാരിന് എന്തേ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാന ചോദ്യം. ശ്രീ KVS, ദയവായി താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ സാമൂഹിക വിമർശകൻ ദേവദാസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ദേവദാസ്, ഇത്തരത്തിൽ കോടതിയിൽ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചെയ്യാൻ പരിമിതികളുണ്ട്. ഇങ്ങനെ പറയുന്നത് പോലെ കോർപ്പറേറ്റുകളും കേന്ദ്ര സർക്കാരുകളും ഭരണകൂടവും ഒക്കെ തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ കൂട്ടുകെട്ടാണ് ഇവിടെ തെളിയുന്നത് എന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമല്ലേ യഥാർത്ഥത്തിൽ? ഇതാണ് ഈ ക്രോണി ക്യാപിറ്റലിസം എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഡയറക്റ്റ് എക്സാമ്പിൾ. അത് ലളിത് മോഡി കഴിഞ്ഞപ്പോൾ എന്താണ് BJPയും കോൺഗ്രസും പറഞ്ഞത്? കോൺഗ്രസ് ആണ് ലളിത് മോഡിനെ അയച്ച്, ഞങ്ങളല്ല. എന്നിട്ട് വസുന്ധര രാജെ സിന്ധ്യ അവിടെ പോകുന്നു പോർച്ചുഗലിൽ, ഇങ്ങനെയല്ല. എന്നിട്ട് ഇനിയും റെഡ് കോർണർ നോട്ടീസ് ഇതിനിടയെ പോയിന് ഇനിയും പിടിച്ചുകൊണ്ടെന്നിട്ടില്ല. അത് 5000 കോടി, ഇത് 9000 കോടി. ഇപ്പം ഈ ഹരിദാസ് പറഞ്ഞത് നോക്കണം, 2-ാം തീയതിയെ മല്ലയ്യ രാജ്യം വിട്ടിരിക്കുന്നു. എന്നിട്ട് 4-ാം തീയതിയാണ് ഹൈക്കോടതിയിൽ കൺസോർഷ്യം പോകുന്നത്. ഈ ബാങ്കും ഈ ഗവൺമെന്റും ഇങ്ങനത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും എല്ലാം കൂടി ഒരു വീരപ്പന്റെ ഒരു കൊള്ള സംഘമാണ്.
എന്നിട്ട് ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യം. 2-ാം തീയതി രാജ്യം വിട്ട ആളെയാണ് ഈ ഞങ്ങൾ ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്യണം മറ്റൊന്ന്. അത് ഹൈക്കോടതി കൊടുത്തിട്ടില്ല. അത് ജയലളിതൻ്റെ എല്ലാം കേസ് കൊടുക്കുന്ന ഹൈക്കോടതിയല്ലേ, അത് പോട്ടെ. സുപ്രീം കോടതിയിൽ പോയിട്ട് നോക്കുമ്പോൾ ഇന്നാണ് ഇത്രയും ഇപ്പോൾ രാഹുൽ ഗാന്ധി നാട്ടിൽ നിന്ന് പോയി എന്ന് പറയുന്ന അവർ തന്നെയാണ് ഈ കേസിൽ ഒരു MP ആയിട്ട് രാജ്യസഭയിൽ നിൽക്കുന്ന ആൾ. അതും 2010 ഹരിദാസ് പറയുന്ന കേട്ടാൽ തോന്നും മിഞ്ഞാന്ന ഇത് അറിഞ്ഞെന്നാ. 2012 തൊട്ട് CBI നോട്ടീസ് അയച്ച് ബാങ്കിൽ നിന്ന് കൊടുക്കരുതെന്ന് പറഞ്ഞ ബാങ്ക് ഒരു അസറ്റും ഇല്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞ ഒരു കമ്പനിക്കും ബ്രാൻഡിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു കോടികൾ. അതോ 9,000 crores. ഇവിടെ 1 ലക്ഷം വാങ്ങിയിട്ട് ഇൻട്രസ്റ്റിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നാടാ. 40,000 ഈ കൊല്ലം ആത്മഹത്യ ചെയ്തത്. 10 കൊല്ലത്തിൽ 1 ലക്ഷവും 1.5 ലക്ഷവുമാണ് ആത്മഹത്യ ചെയ്തത്. അവിടെയാണ് ഗുണ്ടകൾ അയച്ചിട്ട് പണം പിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്കാണ് ഇതിന് വേണ്ടി കൺസോർഷ്യം നിൽക്കുക. ഇതിൻ്റെ തന്നെയാണ് ലളിത് മോഡി ചെയ്ത്. ആക്ഷൻ റീപ്ലേ ആണ് ലളിത് മോഡിൻ്റെ. മല്ലയ്യ ഇപ്പോൾ രാജ്യം വിട്ടിരിക്കുന്നു. ഇനി ഇവരുടെ നോട്ടീസ് 6 മാസത്തേക്ക് പോവും. റെഡ് കോർണർ നോട്ടീസ് അടുത്ത കൊല്ലം ആവുള്ളൂ. IPL ടീം ഇവിടെയുണ്ട്. കള്ളപ്പണത്തിൻ്റെ IPL ടീം ലളിത് മോഡിൻ്റെ ഉണ്ട്, ഈ മല്ലയ്യൻ്റെ ഉണ്ട്. അവർ കളിച്ചുകൊണ്ട് നിൽക്കും, ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക. അതിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് റോബർ അഫയേഴ്സിൻ്റെ ചീഫ് ജെറ്റ്ലി അതുകൊണ്ടാണ് 14 കോടി 114 കോടിയാക്കിയതിൻ്റെ കള്ള ഇത് കീർത്തി ആസാദ് പറഞ്ഞത് ശരിയല്ലേ? ഒരു നടപടിയും എടുത്തില്ല. ഇതുവരെ പിടിക്കേണ്ട ഒരു ED നോട്ടീസ് പോലും. എന്നാൽ ഒരു ലുക്കൗട്ട് നോട്ടീസ് എയർപോർട്ടിൽ വെക്കണ്ടേ? ഇയാളെ നോൺ ഫേസ് അല്ല, കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്നാണ് പറയുന്നത്. കള്ളനെയാണ് പറയുന്നത്. വീരപ്പൻ കിങ് ഓഫ് ഗുഡ് ടൈംസ്. എന്നാൽ ആനക്കള്ളൻ മോഷ്ടാവ്. ആനക്കള്ളൻ വീരപ്പൻ പോലും മാന്യനാവുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത്. ഇവരാ രാജ്യദ്രോഹികൾ യഥാർത്ഥം. അതുകൊണ്ടാണ് കന്യയെ പറഞ്ഞ ആസാദി ഫ്രം കറപ്ഷൻ. ഇതാണ് കറപ്ഷൻ. അല്ലെങ്കിൽ ഈ രോഹിത് വെർമുല്ലേനെ നോക്കാൻ വേണ്ടി സ്മൃതി ഇറാനിക്ക് തിരക്കുണ്ടേനു. പക്ഷേ ഈ കാട്ടുകള്ളന്മാരെ 9,000 കോടിയും റിലയൻസുകാരെയൊന്നും നോക്കാനില്ല. ദയാനിധിമാരൻ ഈ IPL എന്ന് പറഞ്ഞാൽ ഇറക്കുന്ന ഒരു വേദിയാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ BCCI വിടാത്തത്. മല്ലയ്യൻ്റെ ബാംഗ്ലൂർ റോയൽസ്, ദയാനിധി മാറൻ 2G കട്ടിട്ട് സൺറൈസേഴ്സ്, ഡെക്കാൻ ചാർജേഴ്സ് ഉണ്ടായിരുന്നു, ശശി തരൂർ കൊച്ചിൻ ടസ്കേഴ്സ്, സ്വെറ്റ് ഇക്വിറ്റി, RR ലളിത് മോഡി, പഞ്ചാബ് കിങ്സ് 11 ലളിത് മോഡി, ഡൽഹി ഡേ ഡബിൾസ് അതിൻ്റെ ഓണേഴ്സിൻ്റെ തന്നെ ഇത് ഡ്യൂബിയസ് ഇത്. അപ്പം നിങ്ങൾ നോക്കണം ഇവിടെ നടക്കുന്ന IPL എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ BCCIയിൽ വന്നിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കള്ളപ്പണം ഇതാക്കാൻ. മോഡിക്ക് വിഷമമില്ല. അല്ലെങ്കിൽ മോഡിയും എന്തുകൊണ്ട് അഡാനീനെ ഈ IPL ഒരു ടീം വേണമെന്ന് പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട്. IPL ആണ് കള്ളപ്പണം. അതുകൊണ്ടാണ് മല്ലയ്യ ബാങ്ക് ത്രൂ റെമിറ്റൻസ് എവിടത്തേക്കോ അയച്ചു ഫോറിൽ. അത് മൊറീഷ്യസ് അല്ലെ സീഷെയിൽസ്. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യുന്നത് IPL. 2006 മുതൽ ആ ബാങ്കിൻ്റെ കള്ളപ്പണം ഉപയോഗിച്ചിട്ട് 9,000 കോടിയിൽ 4,000-5,000 കോടി കൊണ്ട് ടീം വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് IPL കളിക്കുന്നു. എവിടെ? ഈ HL എന്ന് പറയും നമ്മൾ. കോർപ്പറേറ്റ്സിന് പിമ്പ്, പ്രോസ്റ്റിറ്റ്യൂട്ട് പിംപ്സ് അല്ല, കോർപ്പറേറ്റ് പിംപ്സ് ആണ് ഈ ഗവൺമെൻറ്റുകൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ. പിന്നെ കോൺഗ്രസിനും പറയാൻ പറ്റില്ല. എന്താ കോൺഗ്രസ് ആണോ ആദ്യകാലത്ത് ഇയാളെ MP ആക്കിയത്? പൈസ വാങ്ങിയിട്ട് വിപ്പ് ലംഘിച്ചിട്ട് 4 MLA-മാരാണ് ഇയാളെ വോട്ട് ചെയ്തിട്ട് ആദ്യം MP ആക്കിയത്. പിന്നെ ഇയാൾ പൈസയും ഇയാളെ കിങ്ഫിഷർ എയർലൈൻസിൽ കൊണ്ടുപോയിട്ട് കള്ളും പെണ്ണും കൊടുത്തിട്ട് വാങ്ങിയ സഭ. അതാണ് ഈ മോഡിക്ക് ഉള്ള സ്വാമിമാർ. അതുകൊണ്ടാണ് ഈ രാംദേവ് പോലത്തെ സ്വാമിമാറും മറ്റേതല്ല യമുനേനെയും മറ്റേതല്ല ശ്രീ ശ്വാസം വിറ്റിട്ട് ജീവിക്കുന്ന സ്വാമിമാരെല്ലാം യമുനേനയിലും കൊല്ലുന്ന നോക്ക്. അവിടെ പട്ടാളക്കാരെ കൂലിക്കാരാക്കുക. ഇപ്പൊ CISF-ന്റെ കാവൽക്കാർ രാംദേവിന്റെ കമ്പനിക്ക് അയക്കുക. പ്ലസ് ഈ മല്ലയേക്കെല്ലാം ഈ കൊട പിടിക്കുക. അതാണ് ഇവരുടെ പരിപാടി. എന്നിട്ട് പാവം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ രാജ്യദ്രോഹികൾ. ഇവർ കിങ് ഓഫ് ഗുഡ് ടൈംസ്. ഏത് കാട്ടുകള്ളൻ വീരപ്പൻ ലോബിക്ക്. അതാണ് ഈ കോൺഗ്രസും BJP-യും ഇതുവരെ ചെയ്തതിൻ്റെ നേർക്കാഴ്ചയാണ്. ഇനി എന്തോന്ന് അത് നേർക്കാഴ്ചയാണ്. അതാണ് ഇവർ പറയുന്നത് കോടതി വിധി. ഒരു കോടതി വിധിയല്ല, 4 കൊല്ലമായിട്ട് കോടതി വിധിയുണ്ട്. അത് നിങ്ങൾ ആങ്കർ പറഞ്ഞ പോലെ തന്നെ 1500 സ്റ്റാഫ് 40 അടിച്ചു കക്കൂസ് കഴുകുന്നവന് പോലും പൈലറ്റ് വരെ ഒരു പൈസ പോലും കൊടുക്കാണ്ട് 40,000 മുതൽ 40 ലക്ഷം വരെ ഡ്യൂസ് ഉണ്ട്. എന്നിട്ടാണ് ഇപ്പുറത്തുനിന്ന് കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഇവരെ കള്ളു കുടിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ പോയത് IPL ടൈമിൽ. അതും കൂടി നോക്കണം. ഈ മോഡി പോലും 2010 പല മാച്ചസിലും പോയി നിന്നിട്ട് ഈ ന്യൂ ഡാൻസ് എല്ലാം ഈ കോർപ്പറേറ്റ് ഡാൻസ് കാണാൻ നിന്നത് ചിത്രം 2010 അഹമ്മദാബാദ് IPL ഒന്ന് നോക്കിയാൽ തിരിയും. ഇനി സുഷമ സ്വരാജ് ആണോ വസുന്ധരയാണോ? പണ്ട് ലളിത് മോഡിക്ക് വസുന്ധരയാണ് പോയത് കൂട്ടിന്. അതേപോലെ സുഷമ സ്വരാജ് ആയിരിക്കും ഇവൻ്റെ ഭാര്യയ്ക്ക് രോഗം വരും. അതപ്പോൾ ഈ ലണ്ടനിലുള്ള പാസ്പോർട്ട് ഇമ്പോണ്ട് ചെയ്തിട്ട് വേൾഡിൽ ചുറ്റാൻ ലളിത് മോഡിക്ക് പോലെ ഇതാക്കും. അപ്പോൾ ഈ കള്ളപ്പണമെല്ലാം എങ്ങനെ പോകണം എന്നല്ല ഉള്ളു. വീതം വെച്ചെല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണ് DGO 575
75 കോടി കൊടുക്കുന്ന ദിവസം തന്നെ ഇയാൾ പറഞ്ഞു ഞാൻ ലണ്ടനിലേക്ക് പോവാം. അന്നേരം ഒരു നോട്ടീസ് എയർപോർട്ടിൽ ഇറക്കിയോ? 2-ാം തീയതി തെറ്റിയിട്ട് 7-ാം ദിവസം വന്നിട്ട് പൊട്ടനെ പോലെ നിന്നിട്ട് ഒരു ഈ ജനറൽ പറയുക പോയി എന്നാ തോന്നുന്നു. ഇപ്പം എനിക്ക് ഉച്ചക്ക് ലഞ്ചിന് CBI പറഞ്ഞു. CBI ഇതുവരെ ഈ കലുഷമായി നോക്കുന്ന CBI എന്തെന്നതിന് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇവിടെ കേസിനും വേണ്ടിയിട്ട് കണ്ണൂരും എല്ലാം വരുന്ന CBI ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നില്ലേ 4 കൊല്ലം? എന്തെങ്കിലും ഒന്ന് ഇറക്കിയോ? എന്നാൽ ഒന്ന് നോട്ടീസ് കൊടുത്തു ഇയാൾ പോകുന്നുണ്ടെന്ന്. ഈ മല്ലയ്യ കൂളായിട്ട് പോയി ഇനി കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ട് കളിക്കും. അവിടുന്ന് പിന്നെ വേറെ ഒന്നും ഈ ജെറ്റ്ലി ഓൺലൈൻ ബെറ്റിങ്ങിലേക്ക് പോകുന്നുണ്ട്. അത് ഈ ലളിത് മോഡിനെയും ഈ മല്ലയ്യനെയും സഹായിക്കാൻ വേണ്ടിയിട്ട് IPL കൂടി ഓൺലൈൻ ബെറ്റിംഗ്, അത് 1.5 ലക്ഷം കോടിയാണ് അതേ കൂടി മറിയുക. അതാണ് ബെറ്റിംഗ് ലീഗലൈസ് ചെയ്യാൻ പോകുന്നത്. അത് കോടതി ഈ കമ്മീഷൻ ലോധ കമ്മീഷനും അത് വിഡ്ഢിത്തരം പറഞ്ഞിരിക്കുന്നു. അതും നോക്കണം. ഈ IPL ഉടനടി നിർത്തിവെക്കുക. ഈ രാഷ്ട്രീയക്കാർ അതിൽ BJP-ക്കാരുടെ അതാണ് മോഡിയും അമിത്ഷാന്റെ മോനും ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇത് വിടാത്തത്. അതെല്ലാം നോക്കണം. ലളിത് മോഡിനെ ആരാ സഹായിക്കുന്നത് നോക്കണം. ഇപ്പം 2ാമത് മല്ലയ്യ. ഇനി അങ്ങനെ കുറേ എണ്ണം പോവും. ലണ്ടൻ ത്രൂ സീഷെയിൽസ് ത്രൂ ഉള്ള റൂട്ടിലാണ് കോർപ്പറേറ്റ് അഫയേഴ്സ്. തീർച്ചയായും ദേവദാസിലേക്ക് എത്താം. ശ്രീ വേണുമോഹൻ, ഒരു നാടിൻ്റെ പരിഭവമാണ് ഇത്തരം ഭാഷയിലൂടെ ദേവദാസ് കൈമാറിയത്. പക്ഷേ അവിടെ കോൺഗ്രസിന് കൈയൊഴിയാനാകില്ല. കോൺഗ്രസിൻ്റെ മറ്റൊരു മുഖം തെളിയിക്കുന്നു എന്നതേ ഉള്ളൂ. ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം സാമ്പത്തിക കുറ്റവാളികളുടെ കോടിക്കണക്കിന് രൂപയെ രാജ്യത്തിന് നഷ്ടമുണ്ടാക്കിയവരുടെ കാര്യത്തിൽ കോൺഗ്രസും ഒന്ന്, BJP-യും അതേ നാണയത്തിൻ്റെ മറ്റു വശമാക്കുന്നു. ഇതാണ് പരിഭവം. കോൺഗ്രസിന് പറയാൻ അവിടെ റോളുണ്ടോ ശ്രീ വേണുമോഹൻ? ഇവിടെ ഇപ്പം വിജയ് മല്യയുടെ ഉയർത്തുന്ന പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് കേവലം രാഷ്ട്രീയപരമായി മാത്രം എടുക്കേണ്ട ഒന്നല്ല. നമുക്കറിയാം 9,000 കോടി രൂപയുടെ അഴിമതി വെട്ടിപ്പ് നടത്തിയത് പൊതുമേഖലാ ബാങ്കുകൾ. ഇവിടെ ഈ രാജ്യത്ത് ഓരോ പൗരൻ്റെയും സ്വത്തുക്കളായിരുന്നു. അതുമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും ഒരു കാട്ടുകള്ളന് രക്ഷപ്പെടുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം വന്നപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നാടകം ഇതിലുള്ളപ്പം അതിനും കോൺഗ്രസിനെ പഴിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ദേവദാസ് പറഞ്ഞത് വിജയ് മല്യയെ കോൺഗ്രസിൻ്റെ രാജ്യസഭാ മെമ്പറായിട്ട് വന്നതെന്ന് പറയുന്നത് തെറ്റാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ ജനതാദൾ എസിൻ്റെ നേതാവ് ദേവഗൗഡ, ആ പാർട്ടിയുടെ ലേബലിലാണ് വിജയ് മല്യ രാജ്യസഭ അംഗമാകുന്നത്. ഒരു തവണ അല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ സപ്പോർട്ടോട് കൂടി വിപ്പ് ലംഘിച്ച് നിങ്ങളുടെ 4 MLA-മാർ വോട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി പുറത്തു ആവുമല്ലോ. അത് സാധാരണ എല്ലായിടത്തും അല്ല, വിപ്പ് ലംഘിക്കുമ്പോൾ പാർട്ടിക്ക് പുറത്താവുമല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി കൊടുക്കുന്ന ഒരു രീതിയിലല്ല വന്നിരിക്കുന്നത്. പിന്നെ ലളിത് മോദിയുടെ വിഷയവും വിജയ് മല്യയുടെ വിഷയവും കൂടെ ഒന്നിച്ച് കൂട്ടി ഇണക്കിയിട്ട് കോൺഗ്രസിനെ തെരുവിൽ കെട്ടിയിട്ടേക്കുന്ന ചെണ്ട പോലെ കൊട്ടുന്ന രീതിയിലേക്കുള്ള ആ രാഷ്ട്രീയം നമ്മൾ മാറ്റണം. കുറച്ചുകൂടെ നമ്മൾ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കണം. ലളിത് മോദിയുടെ കേസെന്ന് പറയുന്നത് വിജയ് മല്യയുമായിട്ടുള്ള കേസല്ല. അത് ക്രിക്കറ്റ് ലോകത്തിലെ വൻകിട റാക്കറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നടന്ന പടലപ്പിണക്കവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതിനൊക്കെയുള്ള പണം ചന്ദ്രനിൽ നിന്ന് ഇറങ്ങുന്നതല്ല. തീർച്ചയായും AIRRB നേതാവ് കൂടിയായ രാജീവ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജീവ്, നാട് ആസ്വദിക്കേണ്ട, നാട് അനുഭവിക്കേണ്ട പണം, പാവങ്ങൾ അനുഭവിക്കേണ്ട പണം, നിങ്ങളൊക്കെ ബാങ്കുകൾ പറയുന്നത് പ്രകാരം പാവപ്പെട്ടവൻ ഏതെങ്കിലും രീതിയിൽ കർഷകനൊക്കെ എടുത്ത ബാങ്ക് ഡ്യൂസ് ഉണ്ടാക്കിയാൽ നിങ്ങൾ പോയി ജപ്തി ചെയ്യും. നിരവധി പേർ ജീവനൊടുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സമ്പന്നരോട് ഈ ഭരണകൂടം കാണിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ പരിഭവിക്കാതെ തരമുണ്ടോ ശ്രീ രാജീവ്? ഇത് തീർച്ചയായും ഗവൺമെൻറ്റും കോർപ്പറേറ്റുകളും തമ്മിലുള്ള ഒത്തുകളിയാണ്. തീർച്ചയായും ഇന്ത്യയിലെ ബാങ്കുകളിൽ സ്വരൂപിക്കപ്പെട്ട പണം ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ സമ്പത്താണ്. ഈ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് ഒഴുക്കിക്കൊടുക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സംഘടന ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിലുള്ള വൻകിട കിട്ടാക്കടങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ ലിസ്റ്റ് അനുസരിച്ചുള്ള കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കുന്നതിനുള്ള
നിയമനിർമ്മാണം തന്നെ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടതുമാണ്. 1 കോടിക്ക് മുകളിലുള്ള മുഴുവൻ കിട്ടാക്കടങ്ങളുടെയും ലിസ്റ്റ് ഞങ്ങളുടെ സംഘടന പ്രസിദ്ധീകരിച്ചതാണ്. എന്നാൽ ആ ലിസ്റ്റ് അനുസരിച്ചുള്ള ആളുകളെ കണ്ടെത്തുന്നതിനും അവരുടെ പക്കൽ നിന്നുള്ള കിട്ടാക്കടം പിരിച്ചെടുക്കുന്നതിനുമുള്ള ഒരു തരത്തിലുമുള്ള നടപടി ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, വൻകിട ലോണുകൾ മുഴുവൻ പാസ്സാക്കപ്പെടുന്നത് ഗവൺമെന്റിന്റെ വൻകിടക്കാരുടെയും ശുപാർശകളുടെയും ഒത്താശകളുടെയും അവരുടെ റെക്കമെൻഡേഷൻസിന്റെയും ഭാഗമായിക്കൊണ്ടാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാവപ്പെട്ട കർഷകൻ, ഒരു ചെറുകിട വ്യാപാരി, അവരെല്ലാം എടുക്കുന്ന വായ്പകൾ ഒരു ഗഡു കുടിശ്ശികയായി പോയാൽ ആ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് വേണ്ടി നിയമപരവും അല്ലാത്തതുമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ ബാങ്കുകളുടെ മേൽ വലിയ സമ്മർദ്ദം ഗവൺമെന്റ് ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും അവസാനമായിക്കൊണ്ട് റിസർവ് ബാങ്കിന്റെ മുൻ ഡെപ്യൂട്ടി ഗവർണർ ശ്രീ KC ചക്രവർത്തി അദ്ദേഹം പറഞ്ഞു, ബാങ്കുകളിൽ നിന്നും എഴുതി തള്ളിയ വായ്പകൾ യഥാർത്ഥത്തിൽ ഒരു വലിയ സ്കാമാണ് ഇത്തരത്തിൽ നടന്നിരിക്കുന്നത്, അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ബാങ്കുകളിൽ നിന്നും എഴുതിത്തള്ളിയ വായ്പകൾ എന്ന് പറഞ്ഞാൽ ആരുടെ വായ്പകളാണ് എഴുതിത്തള്ളുന്നത്? എഴുതിത്തള്ളുന്ന വായ്പകൾ വൻകിടക്കാരൻ്റെ വായ്പകളാണ്. എഴുതിത്തള്ളുന്ന വായ്പകൾ ഒരിക്കലും ചെറുകിട വായ്പകളല്ല. ഒരു കാർഷിക വിളകളുടെ നാശം വന്നുകൊണ്ടുണ്ടാകുന്ന കാർഷിക വായ്പകളല്ല എഴുതിത്തള്ളുന്നത്, കോർപ്പറേറ്റുകളുടെ വായ്പകളാണ് എഴുതിത്തള്ളുന്നത്. അങ്ങനെ കോർപ്പറേറ്റുകളുടെ വായ്പകൾ എഴുതിത്തള്ളാൻ എന്തുകൊണ്ട് വെമ്പൽ വരുന്നു? അതിൽ വലിയ തോതിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഗവൺമെന്റും ഈ കോർപ്പറേറ്റുകളും തമ്മിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വൻകിട വായ്പകൾ എഴുതിത്തള്ളുന്നത്. ഇപ്പം മല്ലി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. വലിയ കോടിക്കണക്കിന് രൂപ, 7500 കോടിയിലധികം വരുന്ന രൂപയാണ് മല്യ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത്. ഇത് ഒരു മല്യ മാത്രമല്ല. ഇപ്പൊ മല്യയുടെ ഈ പ്രശ്നം വന്നപ്പോഴാണ് മല്യ പറയുന്നത്. ഇതൊരു മല്യ മാത്രമല്ല, വിവിധങ്ങളായ കോർപ്പറേറ്റുകൾ, ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലെ ബാങ്കുകൾക്ക് വായ്പകൾ നൽകാൻ ബാക്കിയുണ്ട്. അങ്ങനെ അവർ നൽകാൻ ബാക്കിയുള്ള വായ്പ എന്ന് പറയുമ്പോൾ ആരുടെയാണ് സമ്പത്ത്? ഇന്ത്യയിലെ ബാങ്കുകളിൽ കുമ്മിയും കുഞ്ഞു കൂടിയിരിക്കുന്ന നിക്ഷേപം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ നിക്ഷേപമാണ്. ആ സാധാരണ ജനങ്ങളുടെ നിക്ഷേപമാണ് ഇത്തരത്തിൽ ചൂതുകളിയിലേക്കും IPIലേക്കും അത്തരത്തിലുള്ള ഈ വൻകിട കുത്തക കോർപ്പറേറ്റ് ഭീമന്മാർക്ക് അവരുടെ കയ്യിൽ, അവരുടെ തളികയിൽ, അവരുടെ ഇഷ്ടത്തിന് അമ്മാനമാടുന്ന വിധത്തിൽ വെച്ചുകൊടുത്തിരിക്കുന്നത്. ഇത് തീർച്ചയായും ഈ ഗവൺമെന്റിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവരുടെ കോർപ്പറേറ്റ് പ്രീണന നയം അവസാനിപ്പിക്കാതെ ഇത്തരത്തിൽ കുടിശ്ശികക്കാരെ കണ്ടെത്തി അവരെ ബുക്ക് ചെയ്ത് അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളടക്കം കണ്ടുകെട്ടുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള നമ്മുടെ വായ്പാ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ബാങ്കുകൾ കഴിയുകയുള്ളൂ. ബാങ്കുകളെല്ലാം തന്നെ നഷ്ടത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോകുന്നത്? ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോകുന്നത് ഈ കിട്ടാക്കടത്തിന്റെ വലിയ തോതിലുള്ള അക്യുമുലേഷൻ വന്നതിന്റെ ഭാഗമായിട്ടാണ്. അതാണ് തീർച്ചയായും വ്യക്തമാണ് ശ്രീ രാജീവ്. അതായത് നിരവധി കോടിക്കണക്കിന് വരുന്ന പാവങ്ങളുടേത് അടക്കം വരുന്ന സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പിരിക്കുന്ന പണമൊക്കെ കോടികളാക്കി ഒരുമിപ്പിച്ച് ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു. കോർപ്പറേറ്റുകൾക്കാകട്ടെ ഒടുവിൽ കടം എഴുതി തള്ളുന്നു. അതിന് പുറമെയാണ് ഇത്തരം ഫ്രോഡ്, സാമ്പത്തികമായി കുറ്റകൃത്യം നടത്തിയവരെ പോലും രക്ഷപ്പെടുത്തുന്നതിലേക്ക് സർക്കാരുകൾ നീക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് വിജയ് മല്യ എന്നതാണ് രാജ്യം കാണേണ്ടത്, അറിയേണ്ടത്. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ഡോക്ടർ വേണുമോഹൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ലളിത് മോദിയുടെ വിഷയത്തിൽ ചെയ്തത് തന്നെയല്ലേ വിജയ് മല്യയുടെ വിഷയത്തിൽ BJP ചെയ്തതെന്ന് പറയുമ്പോൾ ലളിത് മോദിയെയും വിജയ് മല്യയെയും ബൈഫർക്കേറ്റ് ചെയ്യാനാണ് താങ്കൾ ശ്രമിക്കുന്നത്. അത് രണ്ടും രണ്ട് വിഷയമാണ്, രണ്ട് പരിപ്രേക്ഷ്യത്തിൽ കാണേണ്ട വിഷയമാണ് എന്നതാണ്. അതാണ് കോൺഗ്രസിൻ്റെ നയം.